അംബാനിക്ക് ലോൺ നൽകാൻ ബാങ്കുകളുടെ ക്യൂ. മത്സരം ലോകത്തെ വൻകിട ബാങ്കുകൾ തമ്മിൽ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ലോകത്തെ വൻകിട ബാങ്കുകൾ തമ്മിൽ കഴിഞ്ഞ ഡിസംബറിൽ റിലയൻസും 11 ആഗോള ബാങ്കുകളും ഉൾപ്പെടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിരുന്നു. ഇതിൽ ചേരാൻ ലോകത്തെ 10 പ്രമുഖ ബാങ്കുകൾ കൂടി താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി. അദ്ദേഹം നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി. വളർച്ചാ സാധ്യതയുള്ള വിവിധ രംഗങ്ങളിൽ അഗ്രസീവായ ബിസിനസ് വികസനത്തിനാണ് ഏതാനും നാളുകളായി റിലയൻസ് ശ്രമിക്കുന്നത്. നിലവിൽ ലോകത്തിൽ വലിയ വിദേശ ബാങ്കുകൾ റിലയൻസിന് വായ്പ നൽകാൻ വരിവരിയായി നിൽക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യയുടെ BBB നെഗറ്റീവ് എന്ന സോവനീർ ക്രെഡിറ്റ് റേറ്റിനേക്കാൾ ഉയർന്ന BBB പോസിറ്റീവ് റേറ്റിംഗ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ലോകത്തിലെ മുൻനിര ബാങ്കുകൾ 21,18,951 കോടി രൂപയുടെ മൂല്യമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന് വായ്പകൾ നൽകാൻ മത്സരിക്കുന്നതായാണ് വിവരം. നിലവിൽ ഓസ്ട്രേലിയ മുതൽ നോർത്ത് അമേരിക്ക വരെയുള്ള മറ്റു 10 ബാങ്കുകൾ കൂടി ഈ സിൻഡിക്കേറ്റിൽ പങ്കുചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ANZ ബാങ്ക്, ബാങ്ക് ഓഫ് തായ്വാൻ, മെഗാ ബാങ്ക്, CTBC ബാങ്ക് ഓഫ് തായ്വാൻ, യൂറോപ്പിലെ ബാർക്ലേസ്, ഡെപ്ചെ ബാങ്ക്, കൊറിയ ഡെവലപ്മെന്റ് ബാങ്ക്, US ആസ്ഥാനമായുള്ള JP മോർഗൻ തുടങ്ങിയവയാണ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ആഗോള തരത്തിലെ മുൻനിര ബാങ്കുകളെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ബാങ്കുകൾ ദ്വിതീയ തലത്തിൽ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളായി പ്രവർത്തിക്കാനുള്ള സാധ്യത. സിൻഡിക്കേറ്റ് നൽകുന്ന ആദ്യഘട്ട വായ്പകളുടെ ഒരു ഭാഗം ഇവ ഏറ്റെടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. അതേസമയം മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന ഈ സിൻഡിക്കേറ്റ് ദ്വിതീയ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞതായി സൂചനയുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ക്രെഡിറ്റ് റേറ്റ് ഉയർന്നു നിൽക്കുന്നത്, വരുമാനം, മാർക്കറ്റ് ക്യാപ്പ് എന്നിവയിലെ വർധനവുമാണ് റിലയൻസിന് വായ്പ നൽകാൻ ബാങ്കുകൾ മത്സരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. റിലയൻസിന് $3 ബില്യൺ വായ്പ 11 ബാങ്കുകൾ ചേർന്നാണ് നൽകുക. ഇവിടെ ഒരു ബാങ്ക് ശരാശരി $275 മില്യൺ ലോൺ നൽകുന്നത്. ബാങ്ക് ഓഫ് അമേരിക്കയ്ക്ക് $340 മില്യൺ എന്ന നിലയിൽ ഏറ്റവും അധികം വായ്പ നൽകുന്നത്. ബാങ്ക് ഓഫ് അമേരിക്കയാണ് $343 മില്യൺ എന്ന നിലയിൽ ഏറ്റവും അധികം വായ്പ നൽകുന്നത്. 5 വർഷ കാലാവധിയുള്ള ഈ വായ്പകൾ US ഡോളർ, ജപ്പാനീസ് യെൻ എന്നിങ്ങനെ ഡ്യുവൽ കറൻസി ഡിനോമിനേഷൻ അടിസ്ഥാനത്തിലാണ്. സിൻഡിക്കേറ്റ് അടിസ്ഥാനത്തിൽ വായ്പകൾ നൽകുമ്പോൾ ബാങ്കുകൾക്ക് ചെറിയ തുക ഫീസ് ഇനത്തിൽ ലഭിക്കുമെന്നതും മികച്ച പ്രൈസിങ്ങിനായി പരസ്പരം സെക്കൻഡറി ലെൻഡിംഗ് സ്ഥാപനങ്ങളുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്താമെന്നതും നേട്ടമാണ്. അതേസമയം റിലയൻസ് എടുക്കുന്ന വായ്പയുടെ പലിശ, ആകെയുള്ള ലോൺ ചിലവ് എന്നിവയിൽ വ്യത്യാസമുണ്ടാവുകയില്ല.